അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലെ നമ്മുടെ സ്വന്തം ഫാമിലിൻ്റെ വീട്ടിലാണ്. സ്വന്തം ഫാമിലി ആയത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കഥയാണ്. ആ കഥ ഞാൻ ഇന്നലെ രാത്രിക്കത്ത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബോണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ ബോണ്ടാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഫീലായി എന്നൊക്കെ അറിയില്ല, പക്ഷെ നമുക്ക് ഉള്ളിൽ അത്രയുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടെന്നുള്ളതും അറിയണില്ല. എന്തായാലും നമ്മൾ വന്നപ്പോൾ അവർക്ക് കൊടുക്കാനൊരു സാധനം കൊടുത്തിരിക്കണേ, അതിപ്പോൾ കൊടുക്കാം. കുറച്ച് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടിമ കൊണ്ടുവരാൻ കുറച്ച് ലിമിറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്തായാലും ഇവിടെ കിട്ടാത്ത നമ്മളെ നാട്ടിൽ കിട്ടുന്ന നമ്മളെ നാട്ടിലത്തെ കേരള സ്പെഷ്യൽ സാധനങ്ങൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ് കൊടുക്കല്ലേ. എന്നാലും ചെറുതാണെങ്കിലും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മതി. ഗൈസ് ഇതെന്താ അറിയോ, ഹലുവയാണ്. നമ്മളെ കേരള കോഴിക്കോടൻ ഹലുവ. അത് ഇവർക്ക് അതെ, കോഴിക്കോട് ഹലുവ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഹലുവ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മളോട് ഇതിന് മുന്നത്തെ വരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാങ്ങി. പിന്നുള്ളത് ഇതാ ഈ ഓയിലാണ്. ഇത് വീട്ടിലുണ്ടാക്കിയ ഓയിലാണ്. അതിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ, ഇവിടെ എന്തായാലും തെങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഓയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു യൂസ്ഫുൾ ആയിട്ടുള്ളതിനെ കൊണ്ടുവരാന്നുള്ളത്. അപ്പം ഇനി ഇത് രണ്ടും കൊടുക്കാം. പിന്നെ വേറൊരു സാധനം ഉണ്ട്, അത് ഇനി വഴിയെ കാണിക്കാം. പിന്നെ ബാക്കിയുള്ള കൊറിയർ അയക്കാനാണ് പ്ലാന്. അതെ, കാരണം നമ്മളെ വണ്ടീൻ്റെ ലഗേജ് നിങ്ങൾക്ക് അറിയാലോ, ബാക്കിൽ പിക്കപ്പ് വെച്ച് കെട്ടിയ പോലെയാണ്. എന്നാ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് കൊടുത്തിട്ട് വരാം. ഹലുവിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല, കാരണം നമ്മൾ വന്നപ്പോൾ കൊടുക്കുന്നതാണ്. ഇത്രയും ദിവസം ഇരിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും കൊടുത്തു നോക്കാം. ആ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. അത് കേടുവന്ന ആകെ കൊളായി, രസം ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് കൊടുത്തു നോക്കാം. എന്താ ഒരു എക്സ്പ്രഷൻ എന്ന് അറിയാം. സ്മോൾ ഗിഫ്റ്റ്. എന്താണ് എന്റെ കഥ? ഓരൊക്കെ നാച്ചുറൽ ബ്യൂട്ടിയാണ്, ഇതൊക്കെ എന്താ സാധനം എന്നാ നോക്കണത്? അപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് മുട്ട, ചായ. ഇത് ഇവിടുത്തെ കാശ്മീരികളുടെ ഒരു എന്താ പറയുക സ്പെഷ്യലാണ്. ഇവർ മോർണിംഗ് അധികം ഇതായിരിക്കും കഴിക്കുന്നുണ്ടാവുക. ഇതിന് മുകളിൽ ബട്ടറൊക്കെ തേച്ചിട്ട്. നമുക്കറിയില്ല ഇത് എങ്ങനെ കഴിക്കുക എന്നുള്ളത്. ചായ മുക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അതെ, അന്ന് നമ്മൾ കുറെ വലിച്ച് പിന്നെ ലാസ്റ്റ് അവർ പറഞ്ഞു നമുക്ക്. നമ്മളപ്പോൾ ഇന്നലെ അമീർബായിൻ്റെ വീട്ടിൽ വന്നതായിരുന്നു, ഇവിടെ ശ്രീനഗറുള്ള. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ആളുടെ ഇവിടെ വില്ലേജും ഇവിടെ പരിസരമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച്. ഇതിന് മുന്നേ വന്നപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിക്കണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള തുലിപ്പ് കാണാൻ പോവുകയാണ്. ഇപ്പോൾ തുലിപ്പ് സീസണാണ് തോന്നുന്നത്. അവിടെ പോയി നോക്കാം തുലിപ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മളെ കൂടെ എന്താ അവർ 2 പേരുണ്ട്, അലീസ, മുസ്കാൻ. നമ്മളെ കൂടെ നമ്മൾ മാത്രമല്ല, ഇതാ ഒരു പട്ടിയുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ അംഗൻവാടി. പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓ ഇതല്ലോ അത്, ഇത് അത്തിപ്പഴം. അത്തിപ്പഴല്ലേ, ഇതാണ് പൊമിഗ്രാനേറ്റ്. ओके, इसमें निकलता है जब किसी ये अभी छोटा है। अभी इसके अंदर जो है ना ये रेड निकलता है, फिर रेड जब फिग है ना, फिग फिग അതന്നെ അത്തിപ്പഴം. ഇത് ചോപ്പാ ഉള്ളിൽ. അത് പോയി. यस റെഡി. नो 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 वो दिस ये फिर इतने बड़े होते हैं. डॉली में आना भी ബാ ചെല്ലേ. അപ്പം നമുക്ക് जब कोई नहीं नहीं
वो अंदर से रेड होता നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം നമ്മൾ ഇതൊക്കെ നോക്കിയപ്പോ है टॉमी ये नहीं खाते പോത്ത് മാത്രം തിന്നുള്ളൂ. ദിസ് ഇസ് കൗ. ഇവിടെ കാശ്മീരിലുള്ള പശു. അതാണ് ഓള് പറഞ്ഞത്. हेलो ഹലോ ഹായ് ഹായ്. ഇത് അന്ന് ഭയങ്കര എന്താ പറയാ ഒരു ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നില്ലേ, ഒരു ഗോൾഡൻ കളർ ലീവ്സ് ഒക്കെ ആയിട്ട്. അതെ, അന്നത്തെ വീഡിയോ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. നല്ല ഭംഗിയുണ്ട് അന്നത്തത്. പക്ഷെ ഇന്നും ഭംഗിയുണ്ട്, ഇല്ലാന്നല്ല. शिकारा നമ്മളിവിടെ വഴി കൂടി പോകുമ്പോ കണ്ടൊരു സാധനാണിത്. ഇത് ഭയങ്കര മുള്ളുണ്ട്, കൈ ഇതിമേ തൊടാൻ കഴിയണില്ല. इनके अंदर क्या इनके अंदर ഇത് ഫ്ലവറാ? एंड वाइट 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 इधर है वाइट this purple and white purple this purple and white നൈസ്. अभी है ना ये छोटे छोटे फिर इतने बड़े होते ഓ फ्लावर ദിസ് ഇസ് പർപ്പിൾ കളർ. yes purple ഓ purple white golden ഓ white നൈസ് ബ്യൂട്ടിഫുൾ. കണ്ടാലോ ഭംഗില്ലേ? വാ നൈസ്. कश्मीरी में क्या आल आल यस लूर कश्मीरी में बोलते हैं लूर कोकोम्बर लूर നൈസ്. നല്ല രസമുണ്ട് ഇവരെ ഓരോരോ ഭാഷ ഒക്കെ കാണാൻ. लेट्स गो इसके मालिक ഓക്കെ, ഇവരെന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ जनवरी में എനിക്കറിയില്ല, ഞാൻ പറയാം. വെറുതെ പറയണ്ട. വിന്റർ ടൈമില് തണുപ്പ് കൂടുമ്പോ ഇവര് ജമ്മു പോവും. ജമ്മുവില് ഭയങ്കര ചൂടായിരിക്കും ആ ടൈമിൽ. അപ്പം ഇവരെന്ത് ചെയ്യും, ജമ്മു പോയിട്ട് അവിടെ വീട് റെന്റിനെടുത്ത് താമസിക്കും. ഇതാണ് ഇവർ പറഞ്ഞത്. ग्रीन टमाटो ഇതൊക്കെ ഇവരുടെ പച്ചക്കറിത്തോട്ടാണ്. ഇവർ പച്ചക്കറിക്ക് മൂഞ്ച് പറയും. അപ്പോൾ മനസ്സിലായില്ലേ? മൂഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഞ്ചി മൂഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നാട്ടിലും ഓരോ ഭാഷ, ഓരോ അർത്ഥങ്ങളാണ്. അല്ലാതെ എല്ലായിടത്തും മൂഞ്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തികെട്ട മീനിങ് ഒന്നല്ല. ആ എന്താണ് എന്താണ് കണ്ട ഇവിടെ ഈ കൃഷിയുണ്ട് ഗൈസ്. എന്താല്ലേ അത് പറഞ്ഞിട്ട് കാര്യം, കൃഷിയാണ്. എനിക്കിത് കൃഷിയാണ്. ഇത് കണ്ട ഇത്രയും തോന ഉണ്ടായിക്കണെന്നുണ്ടെങ്കിൽ അവിടെ കൃഷിയാണ്. അങ്ങനൊന്നും അല്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് നമ്മളെ നാട്ടിലൊക്കെ പുല്ലുണ്ടാവണ പോലെ ഉണ്ടാവണം. ആ അത് ശരി. നമ്മളപ്പം വന്ന ആളതാ അവിടെ പോയി കണ്ട് എന്തൊക്കെ തിന്നു. അതെ ചവിട്ടല്ലേ ചവിട്ടല്ലേ ശരി ചവിട്ടല്ലേ. പട്ടി പോണ്ടക്കടെ കഷ്ടിച്ചു പോയാണ്. കുടുങ്ങിച്ചിട്ടല്ലേ എനിക്കറിയാം. ഈ സ്ഥലം നോക്കി മക്കളെ, എന്ത് ഭംഗിയാണ്. നമ്മൾ ആ ടൈമിൽ കഴിഞ്ഞ ടൈമിൽ ഇതിൽ കൂടെ പോയ ടൈമിൽ എന്തൊക്കെയാ പറഞ്ഞേ, നമ്മൾ ഇതിൽ കൂടെ കഴിഞ്ഞ ഇതിൽ പോയപ്പോൾ ഒരു സൈക്കിളിട്ടൊരു കാക്ക കണ്ട് പോയിരുന്നുണ്ടെങ്കിൽ അടിപൊളി സീനായിരുന്നത്. ഞാൻ നോക്കട്ടെ ഇന്ത്യയിൽ ഇപ്പോഴും ആ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കൊടുക്കട്ടോ. सेम जगह ഒരു സാധനം കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് റൈസ് കൃഷി ചെയ്തതിലുള്ളത് കാണുന്നത്. റൈസ് മീൻസ് നെൽകൃഷി. ഇവിടുത്തെ എനിക്ക് മലയാളം കിട്ടണില്ല. ഇവിടെ നെൽകൃഷി ഇത് ആദ്യമായിട്ട് കാണുന്നത്. ബാക്കി എല്ലായിടത്തും ചോളം, അതേപോലെ തന്നെ ഓരോ വീട്ടിലും പച്ചക്കറി തോട്ടം ഉണ്ടാവും. അതിനൊരു മൂഞ്ച് എന്ന് പറയാം. മൂഞ്ചിന്റെ തോട്ടം അല്ല, മൂഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ആ മഞ്ഞ നമ്മളെ റാഡിഷ് എന്ന് പറഞ്ഞാണ് ഇവര് മൂഞ്ച്. റാഡിഷ് ആണോ മൂഞ്ച്? ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. मैं और दूंगी
ഭംഗിയില്ലേ? ഇങ്ങനെ ആക്കാൻ തോന്നുന്നു. പക്ഷെ ആക്കിയിട്ട് കാര്യമില്ല, നിറയെ മുള്ളാണ്. സ്വിമ്മിങ്. ടോമി ജസ്റ്റ് സ്വിം ചെയ്യാണ് ചൂടായപ്പോ. ടോമിക്ക് സ്വിമ്മിങ് അറിയാതെ मतलब मार थोड़ा सा ओके ഓക്കെ മാർച്ച് ഓക്കെ. ഇവിടെ ये मुझे मैं खाना मतलब ये क्या है पानी मतलब का ये मुझे क्या ഇവിടെ മരം കയറ്റുന്ന ഇങ്ങനെയാണ്, കൊള്ളി വെച്ചിട്ട്. അല്ല നമ്മുടെ നാട്ടിലൊക്കെ വേറെ ടൈപ്പല്ലേ, ക്രെയിനൊക്കെ വെച്ചിട്ടൊക്കെ മരം കയറ്റില്. ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ കൈ വെച്ചിട്ട് 2 കൊള്ളിമ കൂടി ഉരുട്ടി കയറ്റിട്ടാണ്. മറ്റാൾ മുകളിൽ നിന്ന് പിടിക്കും. അതിന് എന്തോ പിടിക്കാത്ത, അവൻ പിടിക്കേണ്ടതാണ്. അതാ ഐലസ. ആ ഐലസ ഐലസ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? നല്ല ഭംഗിയില്ലേ കാണാന്? ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ ഭംഗിയാണ് ഇവിടെ. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ ഇവിടെ നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നു. ഇപ്പം അതാ ഒരു ഫ്ലവേഴ്സും ഇല്ല. ഇപ്പോൾ ഫ്ലവറിങ് സീസൺ അല്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു മാർച്ച് ഏപ്രിൽ ആ ടൈമിലാണ് ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ടാവുക. തുലിപ്പ് സീസണൊക്കെ ആ ടൈമിലാണ്. അപ്പം ഇനി ഇൻഷാല്ല ആ ടൈമിലൊന്ന് വരാം നമുക്ക്. നൈസ്. നമ്മളപ്പോൾ ഇവിടെ വാട്ടർഫോളിൻ്റെ സൗണ്ടും കേട്ട് വന്നതാണ്. ഇവർക്ക് അറിയാം ഇവിടെ വാട്ടർഫോൾ ഉണ്ട് എന്നുള്ള, പക്ഷെ എവിടെ ഉള്ളത് ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ആൾക്കാരോടൊക്കെ ചോദിക്കണം എവിടെയാണ് വാട്ടർഫോൾ ഉള്ളതെന്ന്. നമ്മളത് ഹണ്ട് ചെയ്യണം. വാട്ടർഫോൾ ഹണ്ടിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അതാ വണ്ടി 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 ടോമി ആവോ ആവോ ഇതർ സൈഡ് മേ. ഞാൻ ഇവിടെ കാശ്മീരികളുടെ കൂടി ഹിന്ദി തോടാത്തോടെ സംസാരിച്ചു തുടങ്ങി. അല്ല എന്നാലും ഇവര് ഹിന്ദി നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. പത്താന് ഇവിടെ കുറച്ച് മുമ്പ് ഒരു സാധനം ഉണ്ടായിരുന്നു, അവിടെ പോയി. എന്താ എന്റെ കഥ? എടുക്കാൻ പറഞ്ഞോളൂ. ചെറിയാ? ആ ചെറിയതാ. ഒരു സോർ ടേസ്റ്റ്. സോർ ടേസ്റ്റ് എന്താ ഹിന്ദി പറയാ? കച്ച കച്ച कच्चा കച്ച കച്ച പറഞ്ഞ പച്ച. പച്ച ആയിട്ടില്ലെന്ന്. രസമുണ്ട്. രസമുണ്ട്, അങ്ങനെ രസമുണ്ട്. ചെറിയൊരു പുളി, ഒരു എന്താ പറയാ അറിയില്ല, നൈസ് സാധനം. Come here, come here. This, wow. Wow. वाओ. निकालो निकालो निकालो. पॉकेट में रख सकते हैं? हाँ ओके. ओके बहुत सारी निकालेंगे. छोटी खाया है कभी? ये ना ये टंग. दूसरे पॉकेट में रखो. माँ हनी बी. हनी बी किधर है? लेट्स गो. ഇത് ഷെബി മോഷ്ടിച്ചതാ.
അങ്ങനെയല്ല കേട്ടോ, ഒരു മരത്തുമെന്ന് ഇവര് പറിച്ചോളം പറഞ്ഞിട്ട് നമ്മൾ പറിച്ചതാണ്. നമ്മൾ ഇന്ന് പറിച്ചിട്ടുള്ള ഫ്രൂട്ട്സാണിത്. ഇവർ നമ്മളോട് പറിച്ചോളാൻ പറഞ്ഞ് പറിച്ചു. സോറി, നല്ല രസമല്ലേ പിയറും പ്ലംസൊക്കെ. റെസ്റ്റ് Rest. Hello. Steigt. Shit. Tommy. 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 ട്രൈ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇനിയിപ്പോൾ ലഞ്ച് ടൈമായി. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. നമ്മൾ പോയി കഴിക്കാം. എന്തൊക്കെ സ്പെഷ്യൽ നോക്കാം, വായോ. ഇത് സോയാബീൻ തന്നെയല്ലേ? ഇത് സോയാബീന്, പയറ്, സാലഡ്, ഇതൊക്കെയാണ്. ഇത് കോപ്പർ പാത്രത്തിലാണ് ഇവർ കഴിക്കുക. നമ്മളെ മാതിരി സാധാ പ്ലേറ്റിലല്ല. ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവും ഗസ്റ്റിന് കൊടുക്കാൻ. പ്ലേറ്റിൽ കഴിക്കൽ ഇവർ വീട്ടുകാർ മാത്രമേ കഴിക്കുള്ളൂ. ഗസ്റ്റിനൊക്കെ ഇങ്ങനത്തെ ഒരു ഇത് കൊടുക്കും. ഇതിൻ്റെ ക്യാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗോൾഡിൻ്റെ ഒക്കെ ക്യാഷിൻ്റെ അത്ര ക്യാഷ് ഉണ്ടാവും. നമ്മളവിടെ ഗോൾഡിൻ്റെ ക്യാഷിനെ പറഞ്ഞ പോലെയാണ് ഇവരെ ഇവിടെ കോപ്പർ പാത്രത്തിൽ. അത്രയും കോസ്റ്റ്ലിയാണ്. പിന്നെ ഇത് അവിടെ കറി ഉണ്ട്. ചിക്കൻ മീറ്റ് ഷീപ്പിൻ്റെ മീറ്റ് വെച്ചിട്ടുള്ള കറിയാണ്. ഇവരിവിടെ പാത്രങ്ങൾ യൂസ് ചെയ്യണത് കോപ്പർ പാത്രങ്ങളാണ് യൂസ് ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ സാധാ ഇവർ തിന്നുന്ന പ്ലേറ്റ് അങ്ങനത്തെ പ്ലേറ്റിലൊന്നും നമുക്ക് തരില്ല. ഇവർ അത്ര സ്പെഷ്യലായിട്ട് കോസ്റ്റ്ലി ആയിട്ട് വാങ്ങിയിട്ടുള്ള കോപ്പറിൻ്റെ പാത്രങ്ങളാണ്. അത് 2 ഐറ്റം ഉണ്ട്. ഫീമെയിൽസിന് വേറെ, മെയിൽസിന് വേറെ, അങ്ങനെ 2 ഐറ്റം ഉണ്ട്. 2 പെണ്ണിനും ആണിനും വേറെ വേറെയാണ്. പെണ്ണിൻ്റെത് ആണിന് കഴിക്കാൻ പാടില്ല, ആണിൻ്റെ പെണ്ണിന് കഴിക്കാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവിടെ കഴിക്കുമ്പോൾ നമ്മൾ ടേബിളിലല്ല കഴിക്കുക. നമ്മൾ നിലത്ത് ഒരു പായ പോലത്തെ ഒരു സാധനം വിരിക്കും. ആ സാധനത്തിൻ്റെ പേരാണ് ദസ്തർഖാൻ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ തിന്നാനുള്ള ഓരോ ഡിഷസും കാര്യങ്ങളും വെച്ചിട്ട് അങ്ങനെയാണ് നമുക്ക് ഇവർ സെർവ് ചെയ്യണത്. ഇവരെ സെർവിങ് തന്നെ ഒരു ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ നമ്മൾ സാധാ പൈപ്പിൽ നിന്ന് കൈ കഴുകലല്ല, അതും ഇവിടെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെയാണ് കൈ കഴുകുക. കാണിച്ചു തരാം. ഈ പാത്രത്തിലുള്ള വെള്ളത്തിലാണ് നമ്മൾ കൈ കഴുകുക. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിച്ച് കഴിഞ്ഞ പാത്രത്തിൽ തന്നെ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കൈ കഴുകും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി. ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ നമ്മളെ മുറ്റത്തന്നെയല്ലേ ചെറി കഴിക്കാൻ വന്നിക്കുകയാണ്. ഇനി അത് കയറി പറിച്ച് കഴിക്കാം. ഇവിടെ ടിപ്സ് കൊടുക്കാനും ഒരാളോട് മരം കയറാനും. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് ഈ ചെറീസ്? ഈ ചെറീസ് എടുക്കാനാണ് കഷ്ടപ്പാട്. കിട്ടിയാ? ഞാനങ്ങോട്ട് വന്നിട്ടാ? ഞാനങ്ങോട്ട് വരണോ? ഞാൻ ഇവിടെ താഴെ കാണിച്ചു തരാമേ. കണ്ടോ, ഒന്നിപ്പോ ഇങ്ങോട്ട് വീണല്ലോ. ഇതാണ് ഗൈസ്. പക്ഷെ ഇത് ആരോ കൊത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഇത് വേണ്ട. ഇനി ഇവിടെ ഉണ്ട്. യെസ്, കണ്ടോ? चेरी इज लर्नड. अच्छा वरना इसको बोलते हैं कश्मीरी में गिलास लर्नड. गिलास लर्नड. यस. കാശ്മീരി में गिलास लर्नड. അതാണ് ഈ സാധനം കേട്ടോ. ഇത് ചെറിയാണ്. നമ്മളെ കേക്കിലൊക്കെ ഉണ്ടാവുന്ന ചെറി ഇല്ലേ, അതിൻ്റെ ഒറിജിനൽ സാധനമാണിത്. गिलास लर्नड. लर्नड और लर्नड? गिलास लर्नड. गिलास लर्नड.
ഓക്കെ Kashir pascha akhmanam glass learned. ഗ്ലാസ് ലേൺ No problem. Pakka. ഒരു ചാൻസ് തന്നപ്പോ ഫുള്ളാണ്ട് കേറി എടുക്കുക അല്ലേ ഒരു കൊമ്പാണ്ട് പിടിച്ചാലേ അല്ല വേണ്ടടാ आप सारा उतार के लोगे ऐसे. ഒരാൾ ഇവിടെ നിന്ന് എജാതി ടിപ്സ് പറഞ്ഞു കൊടുക്കല്ലേ Monkey. യാ മോങ്കി 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 യു ആൾസോ മങ്കി എന്താ യാ അനദർ മോങ്കി Two monkeys. operating 2 monkeys Oh, nice. Beautiful. വാവ് Take it. അതായിന്ന് ഇങ്ങനെ കൊയ്യണേ പോലെ അല്ല Yalla. Yalla. This നൈസ് is a cherry. ചോറീസ് ക്ലിയർ ഹാ ഹാ Beautiful of red cherries and blacks. ഓ വാവ് നൈസ് മതിയില്ലേ No. വാ ഒക്കെ താഴത്തേക്ക് വീണില്ലേ ആ പെണ്ണ് എന്നോട് പറഞ്ഞു ഗൈസ് ഒരു മൊങ്കി ഇങ്ങോട്ട് ഇട്ടു സാധനം ഇവിടെ ഇട്ടിട്ട് ഗയാ ശരിക്കും മൊങ്കി തന്നെ കണ്ട ഇരുന്ന് തിന്നണവിടെ My help. मेरी help करो. ഗൈസ് നമ്മൾ പൊട്ടിച്ച ചെറീസ് ആണ് ഇതേ ചെറീസ് അറിയോ നമ്മൾ കേക്കിലൊക്കെ ഉണ്ടാവില്ലോ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ആ ചെറീസ് ആണ് ഇനി കുറച്ചും കൂടെ എടുക്കാണ്ട് പായപ്പുറത്ത് പോയിട്ട് എടുക്കാം അലിത് Yes. നമ്മൾ പറിച്ചിട്ടുള്ള ചെറീസാണ് ഇനി ഇവിടെ കഴിക്കാൻ പോകുന്നത് ക്ലീനാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഡബിളാണൊക്കെ പൊട്ടിച്ചത് അതെ വിള് വിള് അല്ലട്ടാ ഓളെന്നല്ല പൊട്ടിച്ചത് ഇതാ ഈ ക്യാമറ എടുക്കുന്ന ആളാണ് പൊട്ടിച്ചത് ഇവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതാണ് ഇവര് തിന്നുകാണ്ട് ബ്ലഷ് ഇടും നമ്മളെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിക്കണേ അപ്പൊ ഇനി ബാക്കി ഫുഡ് കഴിച്ചിട്ട് കാണാം അല്ല ഫുഡ് കഴിച്ചിട്ട് കാണാനൊന്നും ചെയ്യാ ഞാൻ ഉറങ്ങാൻ പോവാണ് ബൈ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ട്